ഹലോ കൂട്ടുകാരെ, ഗുഡ് മോർണിംഗ്. അപ്പം നമ്മളിന്ന് ഒരു വീശുവല വീശാൻ പോവാണ്. അതിൻ്റെ വീശുവല വീശുന്നതിന് മുന്നേ എന്തൊക്കെ ഒരു പ്രിപ്പറേഷൻ നമ്മൾ എടുക്കണം എന്നാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഹലോ കൂട്ടുകാരെ, ഇത് നമ്മുടെ വീട്ടിൽ വരുന്ന ചോറ് അതുപോലെ തന്നെ കറികളുടെ വേസ്റ്റാണ് കേട്ടോ. ഒരു 1-2 ദിവസം പഴകിയ കറികളും അതുപോലെ തന്നെ ചോറും ഒരു ബക്കറ്റിലെടുത്തിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരെ എവിടെയാണോ വല വീശാൻ ഉദ്ദേശിക്കുന്നത് അവിടേക്ക് നമ്മൾ ഇടണം. ഇട്ട ശേഷം ഏകദേശം ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് മാത്രമേ നമ്മൾ വല വീശാൻ പാടുള്ളൂ. എന്തിനാണ് നമ്മൾ ഇത് ഇടുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇതിടുമ്പോഴാണ് മീനിന് ആകൃഷ്ടരാവുക. ഈ ഭക്ഷണം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മീനിന്, അതുകൊണ്ടാണ് നമ്മളത് ഇടുന്നത്. നേരെ നമ്മൾ അതിലേക്ക് ഇടാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഒരു വേസ്റ്റ് ചോറും അതുപോലെ കറിയും ഇപ്പോൾ നമ്മളിവിടെ ഇട്ടിട്ടുണ്ട്. ഇട്ട സ്ഥലം പറയുന്നത് ആ മാർക്കാണ്. അപ്പോൾ നമ്മൾ അവിടെയാണ് വല വീശാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇട്ടിട്ടുണ്ടല്ലോ, അപ്പോൾ മീനുകളൊക്കെ ഈ സൈഡിലേക്ക് വരും. അപ്പോൾ അതിന് മുന്നേ നമ്മൾ നമ്മുടെ വീശുവല ഒന്ന് റെഡിയാക്കണം. അതാണ് അടുത്ത പരിപാടി. വീശുവല ആ ഷെഡിനുള്ളിലാണ്. നമ്മൾ അവിടെ പോയിട്ട് വീശുവല എടുക്കണം. വീശുവല എടുത്ത് നമ്മളിപ്പോൾ വീശുവല നേരാക്കാൻ പോകും. നമ്മളിപ്പോൾ വലയെല്ലാം നേരാക്കിയിട്ടുണ്ട് കേട്ടോ. ഇത് നേരാക്കിയില്ലെങ്കിൽ എന്താ പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചിക്ക് വീഴും. വല വീശുമ്പോൾ നേരെ വിരിയില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വല കറക്റ്റായിട്ട് എടുത്ത് വിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ വീശാൻ പോവാണ്. വീശിയിട്ട് എത്ര മീൻ കിട്ടുന്നത് നമുക്ക് നോക്കാം കേട്ടോ. അപ്പുറത്ത് ആ സൈഡ് അവളെ നോക്കുക, അവളെ തടസ്സമില്ലാത്തവളെ. എന്നിട്ട് ചൂണ്ട ഇതുപോലുള്ള കാരണം പെട്ടെന്ന് ചൂണ്ട ഒടുങ്ങില്ല. ടാങ്കിലെടുത്തത് വലുതാവും. മീനൊക്കെ വലുതാവും, തിന്നാൻ കൊടുക്കും. കണ്ട നിങ്ങളതിൽ
നമുക്ക് കിട്ടിയ വലിയ തിലപ്പ്യ നല്ല പവറുണ്ട്. ഹലോ ഫ്രണ്ട്സ്, നമ്മളെ ഒരു 4 മീൻ മാത്രമേ വലയിട്ട് പിടിച്ചു, ബാക്കിയൊക്കെ ചൂണ്ടിട്ട് പിടിച്ചു കേട്ടോ. നമുക്ക് സൈസ് നോക്കി ഇതിൻ്റെയൊക്കെ